ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഓണം സീരീസിലെ അടുത്തൊരു വിഭവമായ വെള്ളരിക്ക പച്ചടി കാണാം. എങ്ങനെയാണ് നമ്മൾ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് വെള്ളരിക്ക കൊണ്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ചെറിയൊരു കഷ്ണം വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വരണം. വെള്ളരിക്ക നന്നായിട്ട് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുടി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളകാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ്. കുറച്ച് ജീരകവും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതിനെ അരച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൂടി പോകരുത്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കടുകാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാനേ പാടുള്ളൂ. നന്നായിട്ട് കടുക് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പോട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും വെള്ളം കൂടി പോകാതിരിക്കാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഒരുപാട് വെള്ള രൂപത്തിൽ പോകും. നമ്മൾ കണ്ടിട്ടില്ലേ, വളരെ കട്ടിയായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ പച്ചടി കാണാറ്. അപ്പോൾ നമ്മൾ വെള്ളം മാക്സിമം ഒഴിവാക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഉപയോഗിക്കുക. ഇവിടെ നന്നായിട്ട് നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കട്ടി തൈര് ആവശ്യമാണ്. ഇതുപോലെ കട്ടി തൈര് എടുത്തിട്ട് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് നമുക്ക് കട്ടിയെല്ലാം ഉടച്ച് കളയാം. അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്താലും മതിയാവും. ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് അതിൻ്റെ കട്ടിയൊക്കെ കളയുന്നത്. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ച ശേഷം നമ്മുടെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും. അപ്പോൾ തൈര് ഒഴിച്ച ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവൊക്കെ കറക്റ്റാണോ നോക്കാം. എന്നിട്ട് ആവശ്യമെങ്കിൽ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട താളിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളൊരു വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഈ വെള്ളരിക്ക പച്ചടി കൂടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ വീഡിയോ അത്രയുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.